വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾ പോലീസ് സാന്നിധ്യത്തിൽ മദ്യം കഴിച്ച സംഭവത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സർക്കാരിന്റെ മുൻഗണനയിൽ ആരാണുള്ളതെന്ന് വ്യക്തമായെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. ആശമാരുടെ സമരത്തോട് മുഖം തിരിക്കുന്ന സമീപനമായിരുന്നു മന്ത്രിമാർ സ്വീകരിച്ചത്. എന്നാൽ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ കാര്യം അങ്ങനെയല്ല. കോടതിയിൽ ഹാജരാക്കി തിരിച്ചു കൊണ്ടുവരുന്ന പ്രതികൾക്ക് മദ്യസൽക്കാരമടക്കം എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകുന്ന പോലീസാണ് കേരളം ഭരിക്കുന്നതെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. തങ്ങൾ ആദ്യമായല്ല ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ജയിലിലെ കാര്യമാണിത്. ജയിലിൽ 5 സ്റ്റാർ സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. ഭക്ഷണത്തിനുള്ള മെനു തലേ ദിവസം കൊടുക്കും. രാവിലെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ചൈനീസ് ഫുഡ്, രാത്രി തന്തൂരി ചിക്കൻ എന്ന സ്ഥിതിയാണ് ഉള്ളത്. ചോദിക്കുന്ന ഭക്ഷണമാണ് നൽകുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് പ്രതികൾക്ക് നൽകുന്നത്. ഇനി ചൂടുകാലമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി ചെയ്യണം. ടി.പി. കേസ് പ്രതികളുടെ മുറി എയർ കണ്ടീഷൻ ചെയ്ത് കൊടുക്കണം. അതുമാത്രമാണ് ടി.പി. കേസ് പ്രതികൾക്കായി ഈ സർക്കാരിന് ചെയ്യാനുള്ളതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ടി.പി. കേസ് പ്രതികൾക്ക് ഈ സൗകര്യങ്ങൾ എന്തിന് ചെയ്തു കൊടുക്കുന്നുണ്ടെന്നും വി.ഡി. സതീശൻ ചോദിച്ചു. ടി.പി. കേസ് പ്രതികളെ സർക്കാരിന് പേടിയാണ്. ടി.പിയെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്ത നേതാക്കന്മാരുടെ പേരുകൾ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ് അവർ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്ന സഹായങ്ങൾ സർക്കാർ ചെയ്തു കൊടുക്കുന്നത്. കൊട്ടേഷൻ പിടിക്കുന്നതും ലഹരി ഇടപാട് നടത്തുന്നതും പുറത്തിറങ്ങിയാൽ ഡ്രഗ് പാർട്ടി നടത്തുന്നതുമടക്കം ടി.പി. കേസ് പ്രതികൾ ചെയ്തു വരുന്നു. കേരളത്തെ മുഴുവൻ അപമാനിക്കുന്നതാണ് പിണറായി സർക്കാരിന്റെ മുഖമുദ്ര എന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. സിനിമാ കോൺക്ലേവിൽ ദളിത് വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കുമെതിരെ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ അധിക്ഷേപ പരാമർശനത്തിനെതിരെയും സതീശൻ രംഗത്തെത്തി. അത്തരത്തിലൊരു പരാമർശം അടൂർ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. സ്ത്രീകൾ എത്ര മനോഹരമായ സിനിമകളാണ് കേരളത്തിൽ ചെയ്തത്. പിന്നോക്കം നിൽക്കുന്നവർ എത്രയോ നല്ല സിനിമകൾ ചെയ്തിരിക്കുന്നുവെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.